ക്ഷേത്രത്തിൽ മോക്ഷണത്തിന് കയറി ഉള്ളിലിരുന്നുറങ്ങിപ്പോയ തമിഴ്നാട് സ്വദേശിയെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. ദിണ്ടിഗൽ സ്വദേശി സെന്തിലിനാണ് മോക്ഷണത്തിനിടെ ഉറങ്ങിപ്പോയത്. നെയ്യാറ്റിൻകര കഴുകുവാൽവട്ടം ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു സംഭവം. വൈകുന്നേരം മാത്രം പൂജയുള്ള ക്ഷേത്രമാണിത്. ശബരിമലയ്ക്കുള്ള കെട്ടുനിറയുടെ ഭാഗമായി ഇന്നു രാവിലെ പൂജാരി നട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷ്ടാവിനെ കണ്ടെത്തിയത്. ശ്രീകോവിൽ തുറക്കാൻ കഴിയാതിരുന്നതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പൂട്ട് തകരാറിലായത് കണ്ടെത്തി. പിന്നീടാണ് ക്ഷേത്ര തിടപ്പള്ളിയുടെ വാതിൽ പൊളിച്ച് അകത്തിരുന്നുറങ്ങുന്ന മോഷ്ടാവിനെ കണ്ടത്. പൂജാരി വിളിച്ചിട്ടും ഇയാൾ മയക്കത്തിൽ നിന്നും ഉണർന്നില്ല. കള്ളനെ ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. രാവിലെ ഇന്നൊരു അയ്യപ്പക്കെട്ടുണ്ടായിരുന്നുകൊണ്ട് നട തുറന്നു. സാധാരണ വൈകിട്ടാണ് നട തുറക്കാറ്. അപ്പോൾ അതുകൊണ്ട് അയ്യപ്പക്കെട്ടുള്ളതുകൊണ്ട് ഇന്ന് രാവിലെ നട തുറക്കാൻ വേണ്ടി പോറ്റി വന്നപ്പോൾ കാര്യാലയത്തിനകത്ത് കസ്റ്റഡിയിൽ ഒരാളിരുന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ പോറ്റി വിചാരിച്ചു അയ്യപ്പക്കെട്ടിൻ്റെ ആരെങ്കിലും ആയിരിക്കും, നേരത്തെ വന്നിരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ താക്കോല് പുള്ളി കാലിൽ ചവിട്ടി പിടിച്ചിരുന്നു തറയിൽ. താക്കോലെടുത്ത് പോറ്റി ക്ഷേത്രത്തിൻ്റെ വലിയമ്പലത്തിൻ്റെ നട തുറന്നു. ഒന്നാമത്തെ നട തുറന്ന് രണ്ടാമത്തെ നട തുറക്കാൻ വേണ്ടി നോക്കിയപ്പം അത് തുറക്കാൻ പറ്റുന്നില്ല. അത്തിരി വലിയ വാതിലാണ്. സാധാരണ നമ്മളിവിടുന്ന് കഴകമാണ് വന്ന് തുറക്കാറ്. അപ്പോൾ അത് തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ രണ്ടാമത് വീണ്ടും ഈ പുള്ളിയെ വന്ന് കണ്ട് ഇതുപോലെ തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ വിളിച്ചിട്ട് ഈ പുള്ളി എണീക്കുന്നില്ല. ഇയാൾ ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ഉറങ്ങിയിരിക്കുകയാണ്. പിന്നെ അടുത്ത് ബാക്കി കമ്മിറ്റി അംഗങ്ങളെയൊക്കെ വിളിച്ചറിയിച്ചു. പോറ്റി എന്നെ വിളിച്ച് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കമ്മിറ്റി അംഗങ്ങളെ വിളിച്ചറിയിച്ചു. അപ്പോൾ അവരൊക്കെ വന്ന് തട്ടിയാണ് അയാൾ ഉണർത്തിയത്. തമിഴ്നാട്ടിലും കേരളത്തിലും അതിർത്തി ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് സെന്തിലിന്റെ മോഷണം. കാണിക്കവഞ്ചികൾ കുത്തിത്തുറക്കലാണ് പ്രധാന പരിപാടി. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.